പ്രശസ്ത ശാസ്ത്രജ്ഞനായ തോമസ് ആൽവ എഡിസന്റെ ജീവിതത്തിലെ ഒരു സംഭവം പറയാം. 1914 തന്റെ ജീവിതകാലത്തെ മുഴുവൻ സമ്പാദ്യമായിരുന്ന എഡിസന്റെ പരീക്ഷണശാലയ്ക്ക് തീപിടിച്ചു. തീപിടിച്ച വിവരമറിഞ്ഞ എഡിസന്റെ മകൻ പിതാവിനെ തെരഞ്ഞു ചെന്നപ്പോൾ ഫാക്ടറി കത്തുന്നത് നോക്കി നിൽക്കുന്ന പിതാവിനെയാണ് കണ്ടത്. അപ്പോൾ മകനോട് എഡിസൺ പറഞ്ഞു, "നീ പോയി പെട്ടെന്ന് അമ്മയെ വിളിച്ചു കൊണ്ടുവരൂ. അമ്മയ്ക്ക് ഇനി ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലുള്ള ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞെന്ന് വരില്ല." അത് അഗ്നിക്കെരിയാതെ നോക്കി നിൽക്കുന്ന എഡിസൺ പറഞ്ഞു, "ഞാൻ ചെയ്തു വെച്ച എല്ലാ തെറ്റായ കാര്യങ്ങളും കത്തിച്ചാരമായിരിക്കുന്നു. 67 വർഷത്തെ സ്വപ്നങ്ങളും വില മതിക്കാനാവാത്ത സമ്പത്തും അധ്വാനവുമായിരുന്നു അവിടെ തകർന്നു വീണത്." അടുത്ത ദിവസം കത്തി എരിഞ്ഞു തീർന്ന ചാരത്തിലൂടെ നടക്കുകയായിരുന്ന ആ മനുഷ്യൻ ഒരു ജീവിതകാലം മുഴുവൻ താൻ നേടിയ സമ്പാദ്യം അത്രയും തീക്ക് ഇരയായപ്പോഴും അദ്ദേഹം പറയുന്നത് കേൾക്കുക, "ഈ ദുരന്തത്തിന് മഹത്തായ ഒരു വിലയുണ്ട്. നമ്മുടെ എല്ലാ തെറ്റായ കാര്യങ്ങളും കത്തിച്ചാരമായിരിക്കുന്നു. ദൈവത്തിന് നന്ദി. നമുക്കിനി പുതിയതായി തുടങ്ങാം." അതിനുശേഷം ഏതാണ്ട് 3 ആഴ്ച കഴിഞ്ഞപ്പോൾ എഡിസൺ ഫോണോഗ്രാഫ് കണ്ടുപിടിച്ചു. ഭൗതിക വസ്തുക്കളെ കത്തിച്ചു കളയാൻ തീക്ക് കഴിയുമായിരിക്കും, എന്നാൽ ധീരനായ ഒരുവന്റെ ഉള്ളിലെ ശക്തിയെ നശിപ്പിക്കാൻ അവയ്ക്കൊന്നിനും ആകില്ല. ശുഭാപ്തി വിശ്വാസിയായ ആൾക്ക് വലിയ തടസ്സങ്ങൾ പോലും വിജയിക്കാനുള്ള പ്രചോദനമാണ്. അശുഭാപ്തി വിശ്വാസി ചെറിയ തടസ്സങ്ങളെ പോലും വലിയ പരാജയങ്ങളാക്കി മാറ്റും. ഓരോ പ്രശ്നത്തിലും തുല്യമോ അതിലേറെ വലുതോ ആയ അവസരങ്ങളുണ്ട്. പരാജയങ്ങളിൽ പെട്ട് പിന്തിരിഞ്ഞവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വിജയിക്കാനുള്ള എളുപ്പവഴി ഇപ്പോഴുണ്ടാകുന്ന പരാജയങ്ങളുടെ എണ്ണം ഗണ്യമായി കൂട്ടുക. ജീവിത വിജയം നേടുന്നതിനുള്ള മാനദണ്ഡം ഒരാളുടെ ബുദ്ധിയോ കഴിവുകളോ മാത്രമല്ല, അതിലുപരി മനോഭാവമാണ്. ശരാശരി കഴിവ് മാത്രമുള്ള ഏതൊരാൾക്കും മനോഭാവം ശരിയാണെങ്കിൽ ഉന്നത നിലയിൽ എത്തിച്ചേരാം. നിഷേധാത്മക മനോഭാവമുള്ള അല്ലെങ്കിൽ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡുള്ള ഒരാൾക്ക് എത്ര കഴിവുകൾ ഉണ്ടായാലും അയാളുടെ പ്രകടനം ശരാശരിക്കാരനേക്കാൾ വളരെ താഴെയായിരിക്കും. ഭൂരിപക്ഷം ആളുകളും അവരുടെ അപാരമായ സിദ്ധികളെ തിരിച്ചറിയാതെ തങ്ങളൊരു പരാജയമാണെന്ന നിരാശബോധത്തിൽ കഴിയുന്നവരാണ്. പ്രശസ്ത ചിന്തകനായ തോമസ് കാർലൈൻ പറയുന്നു, "ഏറ്റവും താണപടിയിൽ നിന്ന് പോലും ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് ഒരു മാർഗമുണ്ടായിരിക്കും." നമ്മുടെ തൊഴിൽ, വിദ്യാഭ്യാസം, ജീവിത വിജയം ഇവയിൽ മൂലകാരണമായി തീരുന്നതിൽ 80% നമ്മുടെ മനോഭാവമാണ്. ബാക്കിയുള്ള 20% മാത്രമാണ് നമ്മുടെ അറിവ്, നൈപുണ്യം മുതലായവ. ഓരോ പ്രശ്നത്തോടൊപ്പം നമുക്ക് ഒരു അവസരവും ലഭിക്കുന്നു. ഒരുപക്ഷെ മഹത്തായ ഒരു അവസരമായിരിക്കാം അത്. ആ അവസരം നഷ്ടപ്പെടുത്താതെ ലക്ഷ്യത്തിലേക്ക് എത്തുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ വരുന്നത് വരെ ബൈ.